രാജ്യത്തെ നടുക്കിയ വിമാനാപകടം വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ എത്തിയതിനു ശേഷം അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. സിവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി സന്ദർശിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഉടൻ ചേരും. ഇതുവരെ 265 മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിയതായാണ് അധികൃതർ അറിയിക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 241 പേർക്ക് പുറമെ 24 പ്രദേശവാസികളും മരിച്ചു. 10 മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണനിരക്ക് ഉയർന്നേക്കാനാണ് സാധ്യത. അതേസമയം 294 പേർ അപകടത്തിൽ മരിച്ചുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൃതദേഹം തിരിച്ചറിയാൻ DNA പരിശോധന പുരോഗമിക്കുകയാണ്. US, ബ്രിട്ടീഷ് ഏജൻസികൾ അന്വേഷണത്തിന് ഭാരതവുമായി സഹകരിക്കുമെന്ന് അറിയിച്ചു. US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് ബ്രിട്ടനിൽ നിന്ന് എയർ ആക്സിഡന്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചും അന്വേഷണത്തിന് സഹകരിക്കും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ദുരന്ത ഭൂമിയിൽ നിന്ന്. ജിഷ്ണു, നമുക്കറിയാം അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മാത്രവുമല്ല, അദ്ദേഹം പരിക്കേറ്റവരെ നേരിൽ കണ്ട് അവരോട് സംസാരിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേരുന്നുണ്ട്. ഉടൻ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8:30-ക്ക് ശേഷമാണ് അഹമ്മദാബാദിലേക്ക് എത്തിയിട്ടുള്ളത്. രാജ്യത്തിന്റെ പ്രധാന സേവകൻ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് പകരം ദുരന്ത ഭൂമിയിലേക്ക് നേരിട്ടെത്തുകയും ആദ്യം എത്തിയ ഉടൻ തന്നെ നിലവിൽ അഹമ്മദാബാദിൽ ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു, കൂടാതെ വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തുടങ്ങിയവരുമായി ദ്രുതഗതിയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും അതിനുശേഷം ഈ ദുരന്ത ഭൂമിയിലേക്ക് അപകടം നടന്നിട്ടുള്ള ആ പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ദുരന്തഭൂമി നേരിട്ട് സന്ദർശിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിവിൽ ആശുപത്രിയിലേക്ക് എത്തുകയും അവിടെ ചികിത്സയിലുള്ള ആളുകളുമായി, ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഈ പരിക്കേറ്റവരുടെ ചികിത്സാ വിവരങ്ങൾ പ്രധാനമന്ത്രി ആരാഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണം, അതിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടാകരുതെന്ന നിർദ്ദേശമാണ് ദുരന്തഭൂമിയിലെത്തിയിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. ഈ അപകടത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച് അപകട സ്ഥലം നേരിട്ട് സന്ദർശിച്ചാണ് പ്രധാനമന്ത്രി വിലയിരുത്തിയിട്ടുള്ളത്. എല്ലാ തരത്തിലും സാധ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ട്. കാരണം അത്രയധികം ആഘാതമേൽപ്പിച്ചിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള അപകടമായിരുന്നു അഹമ്മദാബാദിൽ ഈ വിമാനത്താവളത്തിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. അഹമ്മദാബാദിൽ വിമാനത്താവളത്തിൽ 23-ാം നമ്പർ റൺവേയിൽ നിന്ന് പറന്നുയർന്ന ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനമായിരുന്നു. ടേക്ക് ഓഫിന് 3-4 മിനിറ്റുകൾക്ക് ശേഷം വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള ജനവാസ മേഖലയിലേക്ക് BJ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിട സമുച്ചയത്തിലേക്ക് ഇടിച്ചിറക്കിയിട്ടുള്ളത്. അപകട കാരണം സംബന്ധിച്ച് വിവിധ തരത്തിലുള്ള വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഈ വ്യോമയാന മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ നടത്തുന്നുണ്ട്. അതിലേറ്റവും കൃത്യമായി അല്ലെങ്കിൽ വളരെ വൈദഗ്ധ്യമുള്ള ആളുകൾ തന്നെ സൂചിപ്പിക്കുന്നത് ഈ വിമാനം, ബോയിങ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പൈലറ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന നിരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ തെളിവായിട്ടാണ് വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിമാനം ഇത്തരത്തിൽ ഇടിച്ചിറക്കുമ്പോൾ അതിൻ്റെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന അഭിപ്രായം ഈ മേഖലയിലെ വിദഗ്ധർ നടത്തിയിട്ടുണ്ട്. പരിശോധനയിൽ വിമാനത്തിൻ്റെ പിറകിലെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ആ ബ്ലാക്ക് ബോക്സ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. അതിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. ഈ അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് വരെയും കോക്പിറ്റിൽ നടന്നിട്ടുള്ള ആശയവിനിമയം, കൂടാതെ വിമാനത്തിൻ്റെ സിഗ്നൽ, വിമാനത്തിൻ്റെ വേഗത തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളും കോക്പിറ്റിനകത്ത് നടന്നിട്ടുള്ള ആശയവിനിമയം എല്ലാം തന്നെ ബ്ലാക്ക് ബോക്സിലെ ശാസ്ത്രീയ പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. അതിൻ്റെ പരിശോധന തുടരുകയാണ്. വ്യോമയാന മന്ത്രാലയം നിയോഗിച്ച പ്രത്യേക സമിതി പരിശോധന നടത്തുന്നുണ്ട്. അത് ഈ അപകടത്തിൻ്റെ കാരണം, എങ്ങനെ അപകടമുണ്ടായി, ഈ അപകടമുണ്ടായ വിമാനത്തെക്കുറിച്ചും ടേക്ക് ഓഫ് നടന്ന സമയത്ത് റൺവേയിലുണ്ടായിരുന്ന സാഹചര്യം, ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇവയെല്ലാം സംബന്ധിച്ചൊരു വിശദമായ പരിശോധനയായിരിക്കും ഈ വിദഗ്ധ സമിതി നടത്തുക. തുടർന്നൊരു വിശദമായ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് നൽകും. അതിൽ ഇനി ഭാവിയിൽ വരുത്തേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെടുത്തും. അത് പക്ഷേ വലിയൊരു കാലതാമസം എടുത്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുക. ഒപ്പം
ഈ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്നൊരു ദ്രുതഗതിയിലുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ബോയിങ്, എയർ ഇന്ത്യ ഇവരെല്ലാം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധനയും അന്വേഷണവും നടത്തുന്നുണ്ട്. അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ അപകടത്തിന് ശേഷം, കാരണം അമിത്ഷായുടെ വാക്കുകളാണ് ഈ അവസരത്തിൽ കൃത്യമായി പരിശോധിക്കേണ്ടത്. ഈ അപകടം നടന്നപ്പോൾ ആ വിമാനത്തിലുണ്ടായിരുന്നവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിക്കേറ്റ മെഡിക്കൽ വിദ്യാർത്ഥികളെയും പ്രദേശവാസികളെയും ആശുപത്രിയിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അവിടെ എത്തി ഡോക്ടർമാരുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പരിക്കേറ്റവരെ എല്ലാം നേരിൽ കണ്ട് അദ്ദേഹം മറ്റു കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശ്വാസ് കുമാർ രമേശിനെയും അദ്ദേഹം നേരിൽ കണ്ട് സംഭവങ്ങൾ ആരാഞ്ഞു. ഡോക്ടർമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഏറ്റവും മികച്ച ചികിത്സ ഇവർക്ക് നൽകണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ തുടരുന്നുണ്ട്. ജിഷ്ണു, ഈ ഒരു ഘട്ടത്തിൽ ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ച് വച്ചതുപോലെ തന്നെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ ദ്രുതഗതിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ഉദാഹരണം വിശ്വാസ് കുമാർ രമേശ് എന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ മനസാന്നിധ്യവും അല്ലെങ്കിൽ പെട്ടെന്നുള്ള സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ സ്വയം രക്ഷിച്ചത്. ഇതുപോലെ വിമാനയാത്രക്കിടയിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന സ്വയരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ട്രെയിനിങ് ഇനി വരുന്ന യാത്രക്കാർക്ക് നൽകാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ആലോചനയിലുണ്ടാകുമല്ലോ, അല്ലേ? രാഖി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം രൂപീകരിച്ചിട്ടുള്ള വിദഗ്ധ സമിതി അത്തരത്തിൽ വിശദമായ അന്വേഷണങ്ങൾ നടത്തും. ആ സമിതിയുടെ റിപ്പോർട്ടിൽ ഭാവിയിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ശുപാർശകൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ഈ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ദ്രുതഗതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അവരുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കും. അത്തരത്തിൽ രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് വ്യോമയാന മന്ത്രാലയം നടത്തുന്നത്. നിലവിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കുകയാണ്. രക്ഷാപ്രവർത്തനം, പ്രാഥമിക രക്ഷാപ്രവർത്തനം ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ പൂർത്തിയായിരുന്നു. അതായത് മനുഷ്യ ശരീരങ്ങൾ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മാറ്റുന്ന പ്രവർത്തനം പുലർച്ചയോടുകൂടി തന്നെ പൂർത്തിയായിരുന്നു. പിന്നീട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ എത്തിക്കൊണ്ടും ഒപ്പം ഫോറൻസിക് വിഭാഗത്തിൻ്റെ വിശദമായ പരിശോധന നടന്നു. അല്പസമയങ്ങൾക്ക് മുൻപാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണിച്ചു. അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ ഫോറൻസിക് വിഭാഗം ഏകദേശം 5 മണിക്കൂർ നീണ്ടുവന്ന പരിശോധനയാണ് അവർ ഈ അപകട സ്ഥലത്ത് നടത്തിയിട്ടുള്ളത്. അവർ മടങ്ങിയിരിക്കുകയാണ്. NSG സംഘവും പരിശോധന പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ട്. ഇനി ദേശീയ ദുരന്ത നിവാരണ സേനയാണ് മേഖലയിൽ അവസാനത്തെ പരിശോധന നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ സന്ദർശിച്ചു. ഈ അപകട സ്ഥലം നേരിട്ട് സന്ദർശിച്ചു. ഒപ്പം സിവിൽ ആശുപത്രിയിൽ അദ്ദേഹം പരിക്കേറ്റവരെ നേരിട്ട് സന്ദർശിച്ചു. കൂടാതെ ഈ നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ ഈ വിമാനാപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുള്ള, വളരെ സാഹസികമായും അത്ഭുതകരമായും രക്ഷപ്പെട്ടിട്ടുള്ള വ്യക്തിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. 242 പേരിൽ ആ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ ഒരേ ഒരാൾ മാത്രമാണ് അത്തരത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത്. കൂടാതെ പരിക്കേറ്റവരിൽ കാണാൻ സാധിക്കുന്ന ഈ ആളുകളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആശുപത്രി അധികൃതർക്കും ഉദ്യോഗസ്ഥർക്കും പ്രധാനമന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നുള്ളത് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ അടിയന്തരമായി ലഭ്യമാകണം, അതിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടാകരുതെന്ന കൃത്യമായ നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് തിരിക്കും. കൃത്യമായിട്ടുള്ള ഇടപെടൽ, വീണ്ടും എടുത്തു പറയുമ്പോൾ ഇത്തരത്തിലൊരു അപകടം നടക്കുമ്പോൾ മനുഷ്യ സഹജമായ എല്ലാ ഇടപെടലുകളും, എല്ലാ രക്ഷാപ്രവർത്തനവും ഈ നമ്മുടെ സേനയുടെ ഭാഗത്തുനിന്ന്, അത് ദേശീയ ദുരന്ത നിവാരണ സേനയാണെങ്കിലും സൈന്യവും പോലീസും ഒപ്പം മറ്റ് ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ആ രക്ഷാപ്രവർത്തനം ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇനി ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുൻപിലുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ നൽകിക്കൊണ്ട് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക, അതിന് സാധ്യമായ എല്ലാ നടപടികളും ചെയ്യുക. ഒപ്പം ഈ അന്വേഷണം വളരെ കൃത്യമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുക. ഈ അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്, എന്ത് തകരാറുകൾ വിമാനത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തി ആ കാരണം കണ്ടുപിടിക്കുക. ആ 2 കാര്യങ്ങളാണ് ഇനി മുൻപോട്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാനുള്ള നടപടികൾ. അതിലൊന്നിൽ വളരെ കൃത്യമായ നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിക്കഴിഞ്ഞു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണം, അതിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടാകരുതെന്ന കർശനമായ നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുള്ളത്. ഒപ്പം മറുവശത്ത് അപകടവുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട അന്വേഷണം വ്യോമയാന മന്ത്രാലയം രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക സമിതിയും ഒപ്പം ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും ഇവിടെ പുരോഗമിക്കുകയാണ്. വിവിധ തരത്തിലുള്ള ഏജൻസികൾ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയിരിക്കുകയാണ്. ഫോറൻസിക് വിഭാഗവും NSTയും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഈ മേഖലയിൽ അപകടം നടന്ന മേഖലയിൽ നിന്ന് പരിശോധന പൂർത്തിയാക്കി മടങ്ങി. കൂടാതെ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നവരുടെ ബന്ധുക്കൾ അവർ DNA പരിശോധനയും മൃതദേഹം വിട്ടുകിട്ടുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വേണ്ടി അധികൃതർ അറിയിക്കുന്നതനുസരിച്ച് ഈ അഹമ്മദാബാദിലേക്ക് എത്തിയിട്ടുണ്ട്. രാഖി. ശരി, എന്തായാലും ജിഷ്ണു, ഇപ്പോൾ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? കാരണം ഇനിയും ആശങ്കയായിട്ടുള്ളത് അവിടെയുള്ള പ്രദേശവാസികളുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും ആരോഗ്യനിലയാണ്. ഇവരാണിപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്നത്. രാഖി, അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് 60 പേരിലധികം ചികിത്സയിലുണ്ട്. അതിൽ 20 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന് ഇന്ന് രാവിലെ തന്നെ ഇത്തരത്തിൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അതിൽ ഈ മരിച്ചവരിൽ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ട്, ഡോക്ടർമാരുണ്ട്, ഈ കെട്ടിടത്തിന് സമീപമുണ്ടായിരുന്ന പ്രദേശവാസികളുണ്ട്. അത്തരത്തിൽ 24ലധികം മരണം ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന 249 പുറമെ 24ലധികം മരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിലും കൂടുതൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായി ആശുപത്രി അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് ചില വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അതിൽ നമുക്കൊരു സ്ഥിരീകരണം ലഭ്യമാകേണ്ടതുണ്ട്. ഔദ്യോഗികമായ ഒരു പ്രതികരണം നമ്മളിപ്പോൾ ഇവിടെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരോട് അത്തരത്തിൽ പ്രതികരണങ്ങൾ ചോദിച്ചിരുന്നു. അവരൊന്നും തന്നെ മരണസംഖ്യ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകിയിട്ടില്ല. വളരെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കുന്നത് NDRF സംഘം പരിശോധന നടത്തി അവരുടെ നേരത്തെ പുറത്ത് അകത്തേക്ക് പോയിട്ടുള്ള ആംബുലൻസും തിരിച്ച് പോവുകയാണ്. NDRF സംഘത്തിൻ്റെ അവസാനഘട്ട പരിശോധനയാണ് പൂർത്തിയാക്കുന്നത്. അവരും പരിശോധന പൂർത്തിയാക്കി മടങ്ങാനുള്ള ശ്രമത്തിലാണ്. അത്തരത്തിൽ അപകടം നടന്ന സ്ഥലത്ത് പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. അവിടെയും ഈ NDRFിൻ്റെ സംഘമാണ് ഏറ്റവും അവസാനമായുള്ളത്. നേരെ ഫോറൻസിക് വിഭാഗവും NST യൂണിറ്റും എല്ലാം പരിശോധന പൂർത്തിയാക്കി മടങ്ങിയിരുന്നു. രാഖി.